പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയിൽ കേരളം ഭ്രാന്ത് പിടിച്ച കേരളം എന്ന വിഷയത്തിൽ അതിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വെച്ചത് വിമോചന സമരം ആരംഭിച്ചു. ശ്രീമാൻ മന്നത്ത് പത്മനാഭൻ ഇന്നത്തെ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജനറൽ സെക്രട്ടറി എന്നല്ല, അദ്ദേഹം ഇന്നത്തെ മുടിചൂടാമന്നാണ്. മന്നത്ത് പത്മനാഭൻ അദ്ദേഹം എന്ത് വാക്ക് പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിലെ നായർ സമുദായം അത് ശിരസ വഹിച്ചിരുന്ന അത്രയ്ക്കും ഒരു പ്രബലനായ ഒരു സമുദായ നേതാവായിരുന്നു, സത്യസന്ധനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ കേരളത്തിലെ നായർ സമുദായങ്ങളുടെ ഇടയിൽ മാത്രമല്ല, ക്രിസ്ത്യൻ സമുദായങ്ങളിലും ഈഴവ സമുദായങ്ങളിലും അല്ലെങ്കിൽ മുസ്ലിം സമുദായങ്ങൾക്കിടയിലൊക്കെ വലിയ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ വ്യക്തിത്വം, സ്നേഹം, ആദരവ് എല്ലാം നേടിയിരുന്ന ആളാണ്. അപ്പോൾ ഈ സമരം നടന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നാൽ അന്ന് വേണ്ടത്ര രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ വേണ്ടത്ര വെളിച്ചം കാണുകയില്ല. പെട്രോമാക്സോ അല്ലെങ്കിൽ റാന്തൽ വിളക്ക് അല്ലെങ്കിൽ ചെറിയ പന്തം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സൈക്കിൾ ടയറോ ഒക്കെ കത്തിച്ച് പിടിച്ച് പന്തം കൊളുത്തി പ്രകടനം എന്ന് പറഞ്ഞൊരു പ്രകടനം ഉണ്ടാകും. ചിലപ്പോൾ അത് ഈ ഒട്ടൽ എന്ന് പറഞ്ഞൊരു നമ്മുടെ മുള പോലിരിക്കുന്ന അതിൻ്റെ തണ്ട് മുറിച്ചെടുത്തിട്ട് അതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഒരു തിരി ഇട്ടിട്ട് തീ കത്തിച്ച് അത് കൊളുത്തിക്കൊണ്ടുള്ള പ്രകടനം. അപ്പോൾ ഇത് പ്രകടനം തടയാനായിട്ട് പോലീസിനെയും ഭരണകൂടത്തെയൊക്കെ എതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ സംഘർഷം മുത്തു കഴിയുമ്പോൾ ഇതിനെ പിരിച്ചുവിടണം, അപകടകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വെടിവെക്കാം അല്ലെങ്കിൽ രാത്രി ചാർജ് നടത്താം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനോടൊപ്പം പോലീസിന് ഇതിനകത്തൊരു ആ കാലത്ത് രണ്ട് തരത്തിലുള്ള കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്ന്, ഈ സമരം ഒരു ഘട്ടത്തിലെത്തി കഴിയുമ്പോൾ പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് പാർട്ടി അനുകൂലികൾ ആരെങ്കിലും രണ്ട് കല്ല് വലിച്ചെറിയുക. അപ്പോൾ ആ കല്ല് വലിച്ചെറിയ കഴിയുമ്പോഴത്തേക്ക് വലിയ ലാത്തി ചാർജിനുള്ള പ്രകോപനമായി. അപ്പോൾ പോലീസ് ലാത്തി ചാർജ് ചെയ്യാൻ തുടങ്ങുന്നു, ജനക്കൂട്ടം പ്രകോപിതരാകുന്നു, അവർ തിരിച്ചറിയാൻ തുടങ്ങുന്നു. അപ്പോൾ ലാത്തി ചാർജായി പിന്നീട് വെടിവെപ്പിലേക്ക് കലാശിക്കുകയാണ്. അപ്പം അങ്ങനെ പല സംഭവങ്ങളും അവിടെ അങ്കമാലിയിലൊരു വെടിവെപ്പുണ്ടായി, ഇവിടെ പൂന്തറ വെടിവെപ്പുണ്ടായി. ഇങ്ങനെ തീരപ്രദേശങ്ങളിലും ഒക്കെ ആയിട്ട് ഒരു 10-15 പേര് ഈ സമരത്തിൽ അവരുടെ ജീവന് വിലയായിട്ട് നൽകേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരാറിലായി എന്നുള്ള റിപ്പോർട്ട് അന്നത്തെ ഗവർണർ കേന്ദ്രത്തിന് അയച്ചു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി. കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതമായ സ്ഥാനത്തിരിക്കുന്ന മകൾ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ താല്പര്യം അനുസരിച്ച് EMS മന്ത്രിസഭയെ പിരിച്ചുവിടുകയുണ്ടായത്, ഡിസ്മിസ് ചെയ്തു, ഗവർണർ ഭരണം ഏർപ്പെടുത്തി. അപ്പോൾ ആകെ ഒരു അനിശ്ചിതാവസ്ഥയാണ്. സാമ്പത്തികമായിട്ട് വലിയ ദുരിതം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം. നികുതി പിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും പണമില്ല. സർക്കാർ സ്കൂളുകളിൽ അല്ലെങ്കിൽ സ്കൂളുകൾക്ക് മെയിൻ്റനൻസ് നടത്താനുള്ള പണമില്ല. മാനേജ്മെൻറ്റ് സ്കൂള് മെയിൻ്റനൻസിന് വേണ്ടി അലവൻസ് ചോദിക്കും, അതിന് പണമില്ല. അപ്പോൾ അതുവരെ മാനേജ്മെൻറ്റ് സ്കൂളിലെ അധ്യാപകർക്കുള്ള ശമ്പളം മാനേജറിലൂടെയായിരുന്നു കൊടുത്തിട്ടുള്ളത്. മാനേജ്മെൻറ്റിന് അവരൊരു അലവൻസ് കൊടുക്കും, അത് ഇത്ര രൂപ വെച്ചെന്ന് പറയുന്ന ഒരു അലവൻസ് 60 രൂപ എന്നൊക്കെ ആയിരിക്കും അന്നത്തെ ഒരു മാസത്തെ ശമ്പളം. ഒരു അധ്യാപകൻ്റെ ശമ്പളം 60 രൂപ. ഇപ്പോൾ 60 രൂപ കണക്കിന് മാനേജർ വാങ്ങിച്ചാലും അധ്യാപകന് അത്ര കിട്ടണമെന്നില്ല. അതൊരു 40 രൂപയോ എങ്കിലും കൊടുക്കും. മൊത്തത്തിൽ 60 രൂപയ്ക്ക് ഒപ്പിട്ട് കൊടുക്കും, 40 രൂപ കൈപ്പറ്റും. അപ്പോൾ 20 രൂപ മാനേജർ എടുക്കും. അപ്പോൾ മാനേജർമാർ പറയുന്നതിൻ്റെ ന്യായം ഈ സ്കൂളിൻ്റെ നടത്തിപ്പിലും അതിൻ്റെ മെയിൻ്റനൻസിലും ഇതിലൊക്കെ ആയിട്ട് വല്ല പടച്ചിലമുണ്ട്, വേറെ ഒരു വരുമാനമില്ല. അപ്പോൾ ഇങ്ങനെ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന അല്ലെങ്കിൽ അധ്യാപകർ കൊടുക്കുന്ന പണമേ ഉള്ളൂ ഇതിൻ്റെ മെയിൻ്റനൻസിന്. അപ്പോൾ അങ്ങനെ അധ്യാപകരൊക്കെ ദുരിതം പിടിച്ച് കിടക്കുന്ന കാലമാണെന്ന് സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കമുണ്ടായി. അപ്പോൾ അതിനുശേഷം വന്ന മന്ത്രിസഭയൊന്നും ശരിക്കും ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ തയ്യാറായിട്ടില്ല. അവർക്ക് മേൽത്തട്ടിലുള്ള ആളുകൾ പറയുന്നത് കേട്ടോണ്ട് അതനുസരിച്ച് നയങ്ങളും പരിപാടികളും രൂപീകരിച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്കും വീണ്ടും കാര്യങ്ങളൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടായി. സാധാരണ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ നമുക്ക് 1962 ആയപ്പോഴത്തേക്കും ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായി. നമുക്ക് യുദ്ധത്തിന് പോകാനായിട്ട് വേണ്ടത്ര ആയുധങ്ങളില്ലായിരുന്നു. വേണ്ടത്ര പരിശീലനം ലഭിച്ച ജവാന്മാരുണ്ടായിരുന്നില്ല. അവർക്ക് ഈ മഞ്ഞ് പ്രദേശങ്ങളിൽ, അതിർത്തി പ്രദേശങ്ങളിൽ നിങ്ങൾക്കറിയാം, ഹിമാലയൻ പ്രദേശങ്ങളിലാണ് നമ്മുടെ അതിർത്തി മുഴുവനുള്ളത്. ലഡാക്കിലും ഒക്കെ ആ പ്രദേശങ്ങളിൽ അവർക്ക് വേണ്ടത്ര വസ്ത്രമില്ല. തണുപ്പകറ്റാനുള്ള വസ്ത്രമില്ലാതെ സാധാരണ തോക്ക്, അന്നത്തെ ഉള്ളതിൽ വെറും സാധാരണ തോക്ക്, എനിക്കൊന്ന് അത് 303 എന്നൊക്കെ പറയുന്ന റൈഫിളാണ്. ഓരോ തവണയും അതിൻ്റെ ചില്ല് അല്ലെങ്കിൽ അതിൻ്റെ ബുള്ളറ്റ് നിറച്ചിട്ട് പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 5 ബുള്ളറ്റോ അങ്ങനെയൊക്കെ ഉള്ളതും. അപ്പം അങ്ങനെയുള്ള തോക്ക് ഉപയോഗിച്ച് ആണെന്നത്തെ യുദ്ധം ചൈനക്കാരുമായിട്ടുള്ള അതിർത്തി പ്രശ്നമുണ്ടായി. അപ്പോൾ ഇത് വന്നപ്പോൾ ജനങ്ങളൊക്കെ ഒരു ദേശീയ ബോധത്തിലേക്ക് വന്നു. അന്നൊരു ചൈനയോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ എതിർ രാജ്യത്തെ നമ്മളുമായിട്ട് സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദേശീയത പ്രചരിപ്പിക്കുക, നമ്മുടെ ദേശീയ ബോധം, നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നു, നമ്മൾ പ്രകടനം നടത്തുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നിലപാടെടുത്തു. ചൈന അവരുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന പ്രദേശം,
അപ്പോൾ കമ്മ്യൂണിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അതിർത്തികൾ അംഗീകരിക്കാത്ത ഒരു ഏകലോക സിദ്ധാന്തം പ്രചരിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ അന്നാണ് പിന്നെ വളരെ പ്രശസ്തമായ സഖാവ് EMSൻ്റെ ഒരു പ്രയോഗമാണ് ചൈന അവരുടേതെന്നും ഇന്ത്യക്കാരുടേതെന്നും പറയുന്ന പ്രദേശത്തെ സംബന്ധിച്ചുള്ള തർക്കമാണ് ഈ യുദ്ധം എന്ന് അദ്ദേഹം ചെയ്ത പ്രസ്താവന വളരെ വിവാദമായി. അങ്ങനെ പാർട്ടി ഒരു ദേശീയ ബോധമില്ലാത്ത അല്ലെങ്കിൽ ദേശസ്നേഹമില്ലാത്ത ഒരു പാർട്ടിയായിട്ട് ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കപ്പെട്ടു. അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ പല ബില്ലും പിന്നീട് വന്ന മന്ത്രിസഭയിൽ എൻ്റെ കാലഘട്ടമൊക്കെ നിങ്ങൾ നോക്കണം. ഇവിടെ കാർഷിക ബില്ല് വന്നു, അതിനുമുമ്പ് വിദ്യാഭ്യാസ ബില്ല് സഖാവ് ജോസഫ് മുണ്ടശ്ശേരി മാഷ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്ന് റെക്കഗ്നൈസ്ഡ് അംഗീകൃത സ്കൂളുകളിലെ അധ്യാപകർക്ക് സർക്കാർ നേരിട്ട് ശമ്പളം കൊടുക്കണം. ആ മാനേജർക്ക് കൊടുത്തിട്ട് മാനേജറുടെ ഇഷ്ടപ്രകാരം അവർക്ക് ഉള്ളത് എടുത്തിട്ട് വാക്കി കൊടുക്കുക എന്നുള്ള രീതി മാറി. അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ നല്ല മാറ്റങ്ങളൊക്കെ അക്കാലത്തുണ്ടായി. അപ്പോൾ അങ്ങനെ അധ്യാപകർക്കും അനധ്യാപകർക്കും സർക്കാരിൽ നിന്ന് നേരിട്ട് കുറഞ്ഞതെങ്കിലും വളരെ കുറഞ്ഞ ശമ്പളം ഉള്ളൂ എങ്കിലും അത് നേരിട്ട് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു മാറ്റം അക്കാലത്തുണ്ടായി. പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ശിക്ഷണ നടപടികളും സ്ഥലം മാറ്റങ്ങളും ഒക്കെ പിന്നെ അതിൻ്റെ മുറ പോലെ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ കർഷക രംഗത്ത്, അതായത് നമ്മുടെ ഭക്ഷ്യരംഗത്ത് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഭക്ഷ്യ ദൗർലഭ്യം വളരെ ഇതായി. അരിയും ഗോതമ്പൊന്നും കിട്ടാൻ, അരി എന്നാൽ ഗോതമ്പൊന്നും നമ്മൾ പ്രാബല്യത്തില്ല. അരി, കപ്പ, അങ്ങനെ ചേന, കാച്ചിലൊക്കെ ഉള്ള സാധനങ്ങളാണ് നാട്ടിൻപുറത്തുകാർ കഴിക്കുക. അങ്ങനെ വന്നപ്പോൾ കാർഷിക വൃത്തി പ്രോത്സാഹിപ്പിക്കാനും ഭക്ഷ്യവിളകൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനുമായിട്ട് വനപ്രദേശങ്ങളിൽ കർഷകർക്ക് വനഭൂമി പതിച്ചു കൊടുക്കുകയല്ല, കൃഷിക്കായിട്ട് വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു നയം അക്കാലത്തുണ്ടായി. അങ്ങനെ കേരളത്തിലെ ഹൈറേഞ്ചിൽ ഇന്നത്തെ ഇടുക്കി പ്രദേശങ്ങളിൽ 1960 കാലഘട്ടങ്ങളിലായി അതിൻ്റെ വ്യവസ്ഥ. അന്നത്തെ വനഭൂമിയിൽ അടിക്കാട് തെളിക്കുക. അത് അടിക്കാടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, വലിയ മരങ്ങളുണ്ട്, വലിയ വൃക്ഷങ്ങൾ കിടത്തുടർന്ന മരങ്ങളാണ്. അതിൻ്റെ അടിയിലുള്ള ചെറിയ മരങ്ങളും ചെടികളൊക്കെ വെട്ടി കളഞ്ഞിട്ട് അവിടെ ഏലം, കുരുമുളക്, പിന്നെ നെല്ല് ഒക്കെ വിളയ്ക്കുക. അപ്പോൾ നെല്ല് വിളയ്ക്കുന്നതിന് പുൽമേടുകളായിട്ട് കിടന്ന സ്ഥലങ്ങൾ നെല്ല് വിളയ്ക്കാനായിട്ട് മാറ്റിവെച്ചു. മറ്റു സ്ഥലങ്ങളിൽ ഏലകൃഷിയും കാപ്പി കൃഷിയും കുരുമുളക് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് അനുവദിച്ചു. അങ്ങനെ ഒരുപാട് പേര് ആ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഈ പിന്നെ ഹൈറേഞ്ചിലേക്ക്, ഇപ്പോഴത്തെ ഇടുക്കി പ്രദേശങ്ങളിലേക്ക് പോയി. അവിടെ അതിനകത്തൊരു കൃത്രിമം കാണിച്ചത് കൃഷിക്കാർക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഉണ്ടാക്കിയ ഒരു നിയമം, അതിനെ അട്ടിമറിച്ചിട്ട് അവിടുത്തെ പ്രമാണിമാർ, മുതലാളിമാർ ആ നാട്ടിലുള്ള ചെറുകിട കർഷകരെയെല്ലാം കുറേ പേരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവരുടെ എല്ലാം പേര് പറഞ്ഞ് അവർക്കെല്ലാം 3-4 ഏക്കർ വീതം ഉള്ള സ്ഥലം അനുവദിപ്പിക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരെ ഇട്ടേച്ച് പോകുമ്പോൾ ആ സ്ഥലമെല്ലാം അവരുടെ പേര് തന്നെ കിടക്കും. ഈ തോട്ടം ഈ ഉടമ അത് കൈകലാക്കിയിട്ട് വലിയ ഏലകൃഷിയും കുരുമുളക് കൃഷിയും കാപ്പി കൃഷിയും കാപ്പി എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴും നമ്മൾ ഈ ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം എല്ലാ നല്ല നയങ്ങളെയും അട്ടിമറിച്ച് നമ്മുടെ വികസനത്തെ തകരാറിലാക്കുന്ന നയം, അത് എല്ലാ പാർട്ടിക്കാരും ആ ജാതി മതഭേദമന്യേ കേരളത്തിലെ ജനങ്ങൾ അനുവർത്തിച്ച് പോകുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അവിടെ നിന്ന് വനത്തിലെ വലിയ വൃക്ഷങ്ങൾ അവർ മുറിച്ച് തള്ളാൻ തുടങ്ങി. എന്നാൽ നമുക്ക് വഴി സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ തടിയൊന്നും മോഷ്ടിച്ചു കൊണ്ടുപോകാനൊക്കെയില്ല. വലിയ തടിയാണ്, വൻ തടി വൃക്ഷങ്ങളൊന്നും വഴി സൗകര്യമൊന്നും ഇല്ല, ലോറിയൊന്നും ചെല്ലില്ല, നടന്നു പോകേണ്ട വഴികളാണ്. ഇപ്പോൾ ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഈ മരങ്ങളുടെ വലിയ വൃക്ഷങ്ങളുടെ ചുവടിൽ കുറച്ച് ഭാഗം തൊലി വരുന്ന ആ ഇരിക്കുന്ന വട്ടം അങ്ങ് മുറിച്ച് പിന്നെ ചെത്തിക്കളയും. കോടാലിക്ക് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ ഈ മരം അങ്ങ് പിന്നെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതിനങ്ങ് തീയിടുക. അങ്ങനെ കുറേ പ്രദേശങ്ങൾ വനഭൂമി ഇങ്ങനെ തീയിട്ട് നശിപ്പിച്ചു. അത് വന വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും അമാച്ചന്മാരൊക്കെ അതിനുള്ള ഒത്താശ ചെയ്ത് കൊടുത്തു. കാരണം ഒരു കേസ് ഇവർ തന്നെ തീയിട്ടച്ച് അല്ലെങ്കിൽ മരം മുറിച്ചിട്ടിട്ട് ഇവർ തന്നെ ചെന്ന് ഒരു കേസ് കൊടുക്കും, അവരെ തന്നെ കക്ഷിയേർക്കും, പ്രതിയാക്കും. ആ കേസ് അവിടെ കിടക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു രേഖയാവും. ഈ ആൾ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്നു എന്നുള്ളതിന് രേഖയാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ രേഖ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരുന്നു. തെങ്ങോ വാഴയെ കുറച്ച് അവിടെ ഇവിടെ നടപ്പിക്കും. അപ്പോൾ മാസം എഴുതുമ്പോഴത്തേക്ക് ഇതെല്ലാം അവിടെ ചേർത്ത് എഴുതും. ഇങ്ങനെ കുടിയേറ്റം വളരെ വ്യാപകമായി. അത് 1962 ചൈനയായിട്ടുള്ള യുദ്ധം നടക്കുന്ന കാലത്ത് അതിനോടനുബന്ധിച്ച് ഏകദേശം ആ കാലഘട്ടത്താണ് ചുരുളിക്കീരിത്തോട് കർഷകരെ കുടിയിറക്കി. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു വനഭൂമി കയ്യേറുന്നു എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഇവരെ കുടിയിറക്കിയത്. അവർക്ക് പിന്നെ പട്ടയം ചോദിച്ചു, അവർക്ക് പട്ടയം കൊടുക്കാൻ നിർത്തില്ല, വനഭൂമിയാണ്. അതുകൊണ്ട് അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ ഒരു മഴക്കാലത്ത് അമരാവതിയിലൊരു സ്ഥലത്ത് ഇവരെല്ലാം കൂടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു, ടെൻറ്റ് കെട്ടി കുടിയിറക്കിയവരെല്ലാം കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അപ്പോൾ ഈ കുടിയിറക്കിനെതിരായിട്ട് അന്നത്തെ നമ്മുടെ പാർട്ടിയുടെ സമ്പന്ന നേതാവായിരുന്ന AKG അവിടെ പോയി സത്യാഗ്രഹം ഇരുന്നു. അന്നത്തെ ഒരു കർഷക നേതാവായിരുന്ന B. വെല്ലിംഗ്ടൺ ഒക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അന്ന് PT ചാക്കോ എന്ന് പറഞ്ഞ ശരീരനായ PT ചാക്കോ അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം AKG അവിടെ സത്യാഗ്രഹം ഇരിക്കുന്നു എന്ന് കേട്ടോണ്ട് പീരുമേട് ഗസ്റ്റ് ഹൗസിൽ ചെന്ന് താമസിച്ചിട്ട്
AKG അവിടുന്ന് വിളിപ്പിച്ച് വരുത്തി സത്യാഗ്രഹം അവസാനിപ്പിച്ച് അതിൻ്റെ പരിഹാരം, താൽക്കാലികമായൊരു പരിഹാരം ഉണ്ടാക്കിയ കഥയൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ആ 60 കാലഘട്ടങ്ങളിൽ അങ്ങനെ സംഭവം ഉണ്ടായി. അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പശ്ചാത്തലം അതിനെ നമുക്ക് ഒരു വികസനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു നല്ല പരിവർത്തനത്തിൻ്റെ ജനകീയമായ രീതിയിൽ മാറ്റാൻ കഴിയാതെ ജാതി മത വർഗീയമായ അല്ലെങ്കിൽ സംഘർഷങ്ങളിലൂടെ നമ്മുടെ വളർച്ചയെ മുരടിപ്പിച്ച് ഈ നിലയിലെത്തിയതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അതുവരെ അവർക്കും നന്ദി, നമസ്കാരം.